നിറത്തിന്റെ പേരിലെ അധിക്ഷേപം തുറന്നു പറഞ്ഞും കറുപ്പിനെ അപകീർത്തിപ്പെടുന്നതിൽ പോരാട്ടത്തിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. നിറത്തിന്റെ പേരിൽ നേരിട്ട അധിക്ഷേപങ്ങളെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഏറെ ചർച്ചയായതിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. നിറത്തിന്റെ പേരിൽ ഇപ്പോഴും താരതമ്യപ്പെടുത്തിയ അധിക്ഷേപം നേരിടുന്നതായിരുന്നു സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ വൈകാരിക ഫേസ്ബുക്ക് കുറിപ്പ്. നിറത്തിന്റെ പേരിലെ അധിക്ഷേപവും വിവേചനവും കേരളീയ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ടോ? പൂർണ്ണമായും തുടച്ചു നീക്കാനാകാതെ അത് തുടരുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ തുറന്നു പറച്ചിൽ. കാലങ്ങളായി നിറത്തിന്റെ പേരിൽ നേരിടുന്ന അധിക്ഷേപം ചീഫ് സെക്രട്ടറിയായ ശേഷവും തുടരുന്നു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ശാരദാ മുരളീധരൻ തുറന്നു പറഞ്ഞത്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം കറുത്തതെന്നും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിന്റെ പ്രവർത്തനം വെളുത്തതെന്നും ഒരാൾ വിമർശിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. ഇത്തരത്തിലുള്ള തുലനകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷെ കറുപ്പും വെളുപ്പും ഉപയോഗിച്ചുള്ളൊരു തുലന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത് ഒന്ന് ഞെട്ടിപ്പോയി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് പറയുന്നത്? ചീഫ് സെക്രട്ടറിയുടെ തുറന്നെഴുത്ത് സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്കിടയാക്കി. കേരളത്തിലായതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതികരണമുണ്ടായതെന്ന് ശാരദാ മുരളീധരൻ പറയുന്നു. തമാശയെന്ന മട്ടിലെ അധിക്ഷേപ പരാമർശങ്ങൾ വേദനിപ്പിക്കുന്നതാണ്. ഈ തമാശ എന്ന് പറയുന്ന സാധനം വാസ്തവത്തിൽ വേദനിപ്പിക്കാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നവർക്ക് അത് തമാശ, കൊള്ളുന്നവർക്ക് അത് വേദനയാണ്. അധിക്ഷേപ പരാമർശത്തിലെ ഈ ഒരു പ്രതികരണത്തോടെ ശാരദാ മുരളീധരൻ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. കറുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നവർക്കെതിരെ യുദ്ധത്തിനിറങ്ങാനാണ് തീരുമാനം. അധിക്ഷേപിക്കുന്നവർക്ക് മുന്നിൽ ആവർത്തിച്ച് പറയാനുള്ളത് ഇതാണ്. ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഇപ്പം എനിക്ക് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള ശാരദ എന്ന നിലയ്ക്ക് ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിയാണ്, ഞാൻ ശാരദയാണ്, ഞാൻ കറുപ്പാണ്. എൻ്റെ കറുപ്പ് എന്നുള്ളത് എൻ്റെ അഴകിനെയോ എൻ്റെ സ്വഭാവത്തിലോ കുറവ് വരുത്തുന്നതല്ല, അതിന് മാറ്റിക്കൂട്ടുന്നതാണ്. 24 തിരുവനന്തപുരം. എന്തായാലും ഈ തുറന്നു പറച്ചിലിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് പിന്തുണയുമായി കേരളം. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ളവർ ചീഫ് സെക്രട്ടറിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. സമൂഹമാധ്യമങ്ങളിലും വിഷയത്തിൽ വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമാണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ പോലൊരാൾക്ക് നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടുന്നു എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹം എത്രമാത്രം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. എന്തൊരു മാനസികാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണേണ്ടത്. കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ, വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ്. വെളുത്തവന്റെ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി 4 വയസ്സുള്ളപ്പോൾ കറുത്ത് പോയതുകൊണ്ട് അമ്മയുടെ വയറ്റിൽ പോയി വെളുത്ത് വരണമെന്ന് ആഗ്രഹിച്ചു. അത് ആ ചിന്തയാണ്, അങ്ങനെ അടിച്ചേൽപ്പിച്ച ഒരു ചിന്തയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ജാതി വ്യവസ്ഥയുടെ ഭയാനകത സൂചിപ്പിക്കുന്നതാണത്. അത് കേരളത്തിലായാലും രാജ്യത്താകമാനം അതിന്റെ ഭയാനകത സൂചിപ്പിക്കുന്നതാണത്. എത്രമാത്രം വലിയൊരു മോൺസ്റ്റർ ആണ് ജാതി എന്നുള്ളതാണ് ഈ ചീഫ് സെക്രട്ടറിയുടെ അനുഭവം നമ്മളോട് പറയുന്നത്.